മനസ്സിലായി. ഈ ഭാരത് റൈസ് തൃശ്ശൂർ വിതരണം തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ റൈസിൻ്റെ കാര്യത്തിൽ എന്താ ഇനി നമ്മുടെ നിലപാട്? നിങ്ങൾ അറിയേണ്ടുന്നത്, മാധ്യമ സുഹൃത്തുക്കൾ ഒരുപാട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും യഥാർത്ഥ വസ്തുത ജനങ്ങളെ അറിയിക്കണം. കേരളത്തിൽ 43% മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള NFS ആക്ട് അനുസരിച്ചുള്ള ഭക്ഷ്യധാന്യം ഉള്ളത്. ബാക്കിയുള്ളവർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു ബാധ്യതയില്ല. നമ്മൾ ട്രേഡ് ഓവർ വിഹിതമായി വാങ്ങുന്ന അരി കേരളത്തിൽ 10 രൂപ 90 പൈസയ്ക്ക് 57% മലയാളിക്ക് കൊടുക്കുകയാണ്. ആ കൊടുക്കുന്നത് ഏറ്റവും വലിയ മാർക്കറ്റ് ഇൻ്റർവെൻഷനാണ്. മാർക്കറ്റിൽ 50-53 രൂപ വിലയുള്ള അരിയാണ് നമ്മളെ കൺവെൻഷനായിട്ടുള്ള പുഴുക്കലരി, ചമ്പാവരി നമ്മൾ 10 രൂപ 90 പൈസയ്ക്ക് കൊടുക്കുന്നത്. ഇതിനോടൊപ്പം മലയാളിക്ക് 10 കിലോ അരി പ്രതിമാസം കാർഡ് ഭേദമന്യേ ഏതൊരു മലയാളി കുടുംബത്തിനും സപ്ലൈകോയിലൂടെ 23, 24, 25 രൂപയ്ക്ക് വാങ്ങാൻ കഴിയും. 53 രൂപ 55 രൂപ വിലയുള്ള ചമ്പാവരിയാണ് 10 കിലോയിൽ 5 കിലോ 10 കിലോയിൽ 5 കിലോ ആയിരം അരി 25 രൂപയ്ക്ക് വാങ്ങാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ആ സൗകര്യം കേന്ദ്ര ഗവൺമെൻറ് അവസാനിപ്പിച്ചിട്ടാണ് 29 രൂപയ്ക്ക് മാർക്കറ്റിലേക്ക് കൊടുക്കുന്നത്. ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഭക്ഷ്യ വിതരണത്തിൽ സംസ്ഥാനങ്ങളെ ആവശ്യമായ സപ്പോർട്ട് കൊടുക്കേണ്ട കേന്ദ്ര ഗവൺമെൻറ് വെറും രാഷ്ട്രീയ കളിക്ക് തൃശ്ശൂരിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഞാനിത് ഇന്നലെ ഡൽഹിയിൽ നിന്നാണ് ഇന്ന് രാവിലെ എത്തിയത്. ഒരു സംസ്ഥാനത്തും ഈ 29 രൂപയുടെ അരി, ഭാരത് അരി മാർക്കറ്റിൽ വന്നിട്ടില്ല. എന്തിനാ കേരളത്തിൽ ഈ തിരക്ക് കൂട്ടിയത്? കേരളത്തിൽ ഇന്നലെ വരെ കഴിഞ്ഞ വർഷങ്ങളായി പിന്നെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCIയിൽ നിന്ന് നമ്മൾ ലേലം വിളിച്ചെടുക്കുന്ന അരി ആ ലേലം തുകയേക്കാൾ വളരെ വില കുറച്ചാണ് 23 രൂപയ്ക്ക് സപ്ലൈകോയിൽ കൊടുത്തിരുന്നത്. അത് 10 കിലോ ഒരു കുടുംബത്തിന് റേഷൻ കാർഡിലൂടെ ലഭിക്കുന്നതിന് പുറമെ കിട്ടുന്നത് വളരെ ആശ്വാസകരമായിരുന്നു. ആ പദ്ധതി പൊളിക്കുക എന്ന് പറഞ്ഞാൽ ആ ജനങ്ങൾ ഗവൺമെൻറ്റിനെതിരാകുക. സപ്ലൈകോയിൽ അരിയില്ലെന്ന് വരുമ്പോൾ ഗവൺമെൻറ്റിനെതിരായി അവരെ മാറ്റുക. എന്നിട്ടോ പൊതുവിതരണ ശൃംഖലയിലൂടെ മാത്രം കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഗവൺമെൻറ് കേരളത്തിലുണ്ടല്ലോ, ഒരു വകുപ്പുണ്ടല്ലോ, കേന്ദ്രത്തിലും അതേ ഭക്ഷ്യവകുപ്പുണ്ട്, ഗവൺമെൻറ്റുമുണ്ട്. എന്താ ചെയ്യേണ്ടത്? ആ ഗവൺമെൻറ് സംസ്ഥാനത്തെ ഗവൺമെൻറ്റിലൂടെയാണ് പദ്ധതികൾ നടപ്പാക്കേണ്ടത്. ആ രീതിക്ക് പകരം സ്വന്തമായി കേരളത്തിൽ ഫലപ്രദമായി ഇടപെടാൻ കഴിയുന്ന റേഷൻ ഷോപ്പുണ്ട്. ഇന്ത്യയിൽ ഒരിടത്തുമില്ലാത്ത PDS സംവിധാനമാണ്. 14,250 കടകളുള്ള കേരളത്തിൽ. ആ കട പൊതുവിതരണ രംഗത്ത് എല്ലാ ഗ്രാമങ്ങളിലും കടയുണ്ട്. രാവിലെ 8 മണി മുതൽ രാത്രി 7 മണി വരെ പ്രവർത്തിക്കുന്ന, ഒരു മാസത്തിലെ 30 ദിവസത്തിൽ എല്ലാ വർക്കിംഗ് ഡേയിലും പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ ഒരിടത്തുമില്ല. അത്ര വിപുലമായ സംവിധാനമുള്ള സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ എത്ര രൂപയ്ക്കാണെങ്കിലും റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യാൻ ആവശ്യമായ നിലപാടും നടപടിയും സ്വീകരിക്കുകയാണ് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മര്യാദ. എന്നാൽ കേരളത്തിൽ ഒരു വിതരണ ശൃംഖലയും ഇല്ലാത്ത മാർക്കറ്റിലേക്ക്, റോഡിലേക്ക് പൊതു കച്ചവടക്കാരൻ, സ്വകാര്യ കച്ചവടക്കാരൻ ചെയ്യുന്നത് പോലെ മോഡിയുടെ പടവും വെച്ച് അരി വിതരണം ചെയ്യുന്ന രീതി കേരളത്തിനും രാജ്യത്തിനും യോജിച്ചു. റേഷൻ കടകൾ കൊണ്ടുവരാൻ തരികയാണ് നമുക്ക്. അല്ലല്ല, അവർ മാർക്കറ്റിലേക്ക് നേരിട്ട് ചെറിയ ടെമ്പോയിൽ കൊണ്ടുപോയി കൊടുക്കണതിലെ പടം കണ്ടത്. ഈ നമ്മുടെ റേഷൻ കട അതെല്ലാം തന്നെ പാടില്ലാത്ത പ്രവൃത്തിയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോവുകയാണ്. അത് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലുണ്ടാക്കുന്ന ഒരു വേർതിരിവ്, ഗവൺമെൻറ്റിനെതിരെ ചിന്തിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്ന സങ്കുചിതമായിട്ടുള്ള വില കുറഞ്ഞ രാഷ്ട്രീയമാണ് നരേന്ദ്രമോദി കാട്ടുന്നത് എന്ന് പറയേണ്ടി വരിക. ഈ നമ്മുടെ FCIയിൽ നിന്ന് അരി എടുക്കുന്നതിന് ഇപ്പം നമ്മൾ ഈ റേഷൻ കടകളിലെ ഇപ്പം മോദിയുടെ ബാനർ വെക്കണമെന്നൊരു പുതിയ നിർദ്ദേശം വന്നു. ഞാനത് രണ്ടാമത് പ്രതികരണം തരാം. ഈ വിഷയം എന്ന് പറയട്ടെ. അതെല്ലാം കേന്ദ്ര ഗവൺമെന്റിനെ രാഷ്ട്രീയം കളിക്കാൻ BJP RSSന്റെ ഓഫീസായി കേന്ദ്ര സെക്രട്ടേറിയറ്റ് മാറുന്നു, മന്ത്രിമാരുടെ ഓഫീസ് മാറുന്നതിൻ്റെ ലക്ഷണം ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ട് വന്നതിൻ്റെ കാര്യം രണ്ടാമത് നിങ്ങളോട് പറയാം. ശരി, ഒന്നുമില്ല. അത് നിങ്ങളെല്ലാ മാധ്യമങ്ങൾ അറിയേണ്ടുന്ന കേരളത്തിലെ മാർക്കറ്റിൽ നന്നായി ഇടപെടുന്ന പ്രസ്ഥാനമാണ് സപ്ലൈകോ. സപ്ലൈകോയ്ക്ക് കുറച്ച് സാമ്പത്തിക പ്രയാസങ്ങളുണ്ട്. എന്നാൽ സപ്ലൈകോ
സാമ്പത്തിക പ്രയാസങ്ങളുണ്ടെങ്കിലും ഒരു പൊതുമേഖലാ സംരംഭം എന്ന നിലയിൽ അതിലെ ജീവനക്കാർക്ക് അത് ആശ്രയിക്കുന്ന ജനങ്ങൾക്ക് പ്രയാസകരമാകുന്ന ഒരു നിലപാടും സ്വീകരിക്കില്ല. ഒരു തൊഴിലാളിയെയും പിരിച്ചുവിട്ടിട്ടില്ല, ഒരു കടയും അടച്ചിട്ടില്ല. അതിൻ്റെ പ്രയാസങ്ങൾ മാറ്റാനുള്ള ശ്രമത്തിലാണ്. അത് മാറ്റുകയാണ് ഗവൺമെൻറ് ലക്ഷ്യം. അത് താമസിയാതെ മാറ്റാനുള്ള പരിശ്രമത്തിലാണ്. എന്നാൽ സപ്ലൈകോയെ ഇങ്ങനെ ചിത്രീകരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അത് നമ്മൾ അറിയണം. മലയാളികളായ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ അറിയേണ്ടതാണ്. റിലയൻസിന് കേരളത്തിൻ്റെ മാർക്കറ്റിലേക്ക് എത്തണം. അത് അവരുടെ ഒരു ഗൂഢ അജണ്ടയാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ ഗ്രാമങ്ങളിൽ സപ്ലൈകോയുടെ സ്ഥലത്തേക്ക് റിലയൻസ് എത്താൻ കഴിയുന്ന തരത്തിലുള്ള കുപ്രചരണം അടിച്ചുവിടണം. ആ കുപ്രചരണം അടിച്ചുവിട്ട് ഇതിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെല്ലാം അറിയണം. ഇത് 20 സ്ഥാനാർത്ഥിയാവും. അയ്യോ, നമ്മളല്ലേ ആരെങ്കിലും ഉണ്ടോ മനസ്സിൽ? 25,000 പാർട്ടി മെമ്പർഷിപ്പും കേരളത്തിൽ 1.25 ലക്ഷം പാർട്ടി മെമ്പർഷിപ്പുള്ള പാർട്ടിക്ക് ആളില്ലാഞ്ഞിട്ടാണ്. ഇഷ്ടം പോലെ ഏത് നിലവാരത്തിലുമുള്ള ആളുകൾ, ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾ, ഏത് സമര പാരമ്പര്യമുള്ള ആളുകളുള്ളൊരു പാർട്ടിക്ക് അതിനൊന്നും ഒരു പ്രയാസം